നമ്മുടെ ശബരിമലയിൽ ദിലീപ് ദർശനം നടത്തിയ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു വലിയൊരു വിവാദമായിരുന്നു. അതിൽ കോടതി വരെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എന്തിന് ദിലീപിന് VIP പരിഗണന കൊടുത്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോടതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ദിലീപ് അന്ന് ദർശനം നടത്തിയപ്പോൾ ബുദ്ധിമുട്ടിലായത് മറ്റുള്ള ഭക്തരാണ്. ഈ കഠിന വ്രതം എടുത്തു വരുന്ന ഭക്തരാണ് ശരിക്കും പറഞ്ഞ ബുദ്ധിമുട്ടിലായിട്ടുള്ളത്. ഞാൻ എല്ലാ വർഷവും ശബരിമല ദർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ 18ാം പടി കയറി ഫ്ലൈ ഓവറൊക്കെ കയറി അത്രയും തിക്കിലും തിരക്കിലൊക്കെ പെട്ട് ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ ഭഗവാനെ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരൊറ്റ ഉന്താണ് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസർമാർ മാറി നിൽക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തള്ളി ആൾക്കാരെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ആ ഒരു നിമിഷ നേരത്തിൽ മാത്രം നമുക്ക് കിട്ടുന്ന ദർശനം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കരിമല, അഴുത എന്നുള്ള സ്ഥലങ്ങളൊക്കെ കാനനപാതയൊക്കെ താണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ സന്നിധാനത്ത് എത്തുമ്പോൾ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം, അത്രമാത്രം. എന്നാൽ ഇവരെപ്പോലുള്ള സിനിമാ നടന്മാരായാലും ജനപ്രതിനിധികളായാലും അവർക്കൊക്കെ വേറൊരു നിയമമാണ്. എത്ര നേരം വേണമെങ്കിലും സന്നിധാനത്ത് നിരന്ന് നിൽക്കാം, മറ്റുള്ള ഭക്തരെ ബുദ്ധിമുട്ടിപ്പിക്കാം. ഇപ്പൊ അതെ നിങ്ങൾ ഈ കണ്ട വിഷയം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ, നിങ്ങൾ തന്നെ നോക്ക്, എത്ര നേരമാണ് അദ്ദേഹം ആ ഒരു സന്നിധാനത്ത് ഭഗവാന്റെ മുന്നിൽ ചെലവഴിക്കുന്നത്. ഇതൊരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വലിച്ചിപ്പോ അപ്പുറത്തേക്ക് ഇട്ടാനെ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർമാർ. അപ്പോ ആശാന് അടുപ്പില് ആവാം. അതാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോ ദിലീപ് ദർശനം നടത്തി കോടതി ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ട് ആ ഒരു കോടതി ചോദിച്ച ചോദ്യത്തിന് പുല്ല് വില കൽപ്പിച്ചിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ദർശനം നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ പ്രതിപക്ഷ നേതാവിനെ മാത്രം പറയല്ല കേട്ടോ, ഇനിയും വരാൻ കിടക്കുന്നുള്ളൂ VIP-കളൊക്കെ. നടമറന്ന് നിന്ന് മറ്റുള്ള ഭക്തരെ ബുദ്ധിമുട്ടിലാക്കാൻ ഇനിയും VIP-കൾ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. ഇതൊക്കെ ഒരു സാമ്പിളുകൾ മാത്രമാണ്. അപ്പോൾ കോടതി ചോദിച്ച ചോദ്യത്തിന് പുല്ലുവില കൽപ്പിച്ചിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ദർശനം നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 3 ലെയറായിട്ടാണ് അവിടെ ക്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ ഒരു ക്യൂ, അതിന്റെ പിന്നിലൊരു ക്യൂ, അതിന്റെ പിന്നിലൊരു ക്യൂ, ഇങ്ങനെയൊക്കെയാണ് അവിടെ ക്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ഭഗവാനെ കണ്ടു. VD സതീശനൊക്കെ ഇതേപോലെ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഷണ്ടിത്തല അല്ലാതെ വേറെ ഒന്നും കാണാനൊക്കൂല. ഇവന്മാർക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ VIP പരിഗണന കൊടുക്കുന്നത്? ഇതിപ്പോ ശബരിമലയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രശ്നമല്ല. മിക്ക ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളിലുള്ള ഒരു കൊള്ളരുതായ്മയാണിത്. അതിപ്പോ എടുത്തു പറയേണ്ട വേറൊരു ക്ഷേത്രമുണ്ട്, ഗുരുവായൂര്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെണ്ടിത്തരമല്ലേ, പോക്കൃത്തരമല്ലേ? ഈ കാനനപാതയൊക്കെ വഴി നടന്ന് ക്ഷീണിച്ച് വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഒന്ന് മനസ്സ് നിറഞ്ഞ് തൊഴാൻ പോലും സാധിക്കില്ല. അവർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇവർക്കുള്ളത്? നിങ്ങൾ കണ്ടതല്ലേ, VD സതീശൻ വരുന്നത് കണ്ടില്ലേ? അപ്പുറം ഇപ്പുറമൊക്കെ പോലീസുകാരൊക്കെ ആയിട്ടാണ് VD സതീശൻ വരുന്നത്. ഇയാൾക്കൊക്കെ എന്ത് പ്രിവിലേജാണ് ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ വന്ന് ഇത്തരത്തിൽ ദർശനം നടത്തി പോകാൻ എന്താ ഉള്ളത്? ഇതിപ്പോ മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, വിർച്വൽ ക്യൂ വഴി വന്ന് ദർശനം നടത്തിയിട്ട് പോകണം. അതിന് VIP പരിഗണന ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കെന്ന് പറയും, ഈ കാനനപാതയൊക്കെ വഴി നടന്നു വരുന്ന ഭക്തരുണ്ടല്ലോ,
അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്യൂ കൊടുക്കണം. സ്പെഷ്യൽ ക്യൂ കൊടുത്തുകൊണ്ട് നേരെ 18ാം പടി കയറി നേരെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18ാം പടി കയറി പിന്നെയും ഫ്ലൈ ഓവർ കയറി ഈ തിക്കിലും തിരക്കിലും പെട്ടിട്ടൊക്കെയാണ് ഈ ഭക്തര് അയ്യപ്പ ദർശനത്തിന് എത്തുന്നത്. സത്യം പറയാം, അവിടെ വരുന്ന ഭക്തന്മാര് ആരും വേണ്ടുവോളം ആരും അവിടെ ദർശനം നടത്തിയിട്ട് പോകുന്നില്ല. ഒരു മിന്നായം പോലെ കാണുന്നു പോകുന്നു, അത്ര തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇതുപോലെ ഈ നടന്ന് ക്ഷീണിച്ച് ഈ കാനനപാത വഴിയൊക്കെ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ ഇതേപോലെ ഒരു മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല കാര്യം. അല്ലാതെ ഈ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് വേണ്ടുവോളം നേരം നടക്കലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ വല്ലാത്ത ചെറ്റത്തരവും. ഇലക്ഷൻ സമയത്താണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തു നിൽക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കും. ഒരു വോട്ട് കിട്ടാൻ വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കും. അപ്പോൾ ദിലീപിനെ വിമർശിച്ചവരും ഈ ഒരു വീഡിയോ കണ്ട് രംഗത്ത് വരണമെന്ന് എനിക്ക് പറയാനുള്ളത്. ദിലീപിനെ മാത്രം വിമർശിച്ചാൽ പോരാ, നമ്മുടെ VD അണ്ണൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നേരെ കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.